ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്ത് KPCC. സുൽത്താൻ ബത്തേരിയും അർബൻ ബാങ്കിലെ 60 ലക്ഷം രൂപയുടെ കുടിശ്ശിക അടച്ചു തീർത്തു. പറഞ്ഞ കാര്യം നീതിപൂർവമായി കോൺഗ്രസ് പൂർത്തിയാക്കിയെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് 24-നോട് പറഞ്ഞു. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് NM വിജയന്റെ കുടുംബത്തിന്റെ പ്രതികരണം. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വയനാട് മുൻ DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പാർട്ടിക്കായി പണം വാങ്ങിയെന്നും എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ബാധ്യത മുഴുവൻ തന്റെ തലയിലായി എന്നുമാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. ഏറ്റെടുത്ത കടം അടച്ചു തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. നേരത്തെ 20 ലക്ഷം രൂപ പണമായി കുടുംബത്തിന് നേരിട്ട് കോൺഗ്രസ് നൽകി. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 10 ലക്ഷം രൂപ നൽകി ബാധ്യതയും തീർത്തിരുന്നു. കടമടച്ചു തീർക്കാത്തതിനെ തുടർന്ന് വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും മുൻപ് KPCC കുടിശ്ശിക അടച്ചു തീർത്തത്. 58,23,000 രൂപയാണ് KPCC ബത്തേരി ബാങ്കിൽ അടച്ചത്. KPCC ആ ഫണ്ട് അടച്ചു തീർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് KPCC അയച്ചിട്ടുണ്ട്. 59,23,000 സംതിങ് വരും. അദ്ദേഹത്തിന്റെ ബാധ്യത പൂർണ്ണമായിട്ടും ഒഴിവാക്കാനാണ് KPCC തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടി പറഞ്ഞ തീയതികൾ ലംഘിച്ചപ്പോഴാണ് പരസ്യപ്രതികരണം നടത്തേണ്ടി വന്നതെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ. അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ബാധ്യതയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എൻ്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. സെപ്റ്റംബർ 30-ന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതാണ് അവസ്ഥ. പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് പൂർത്തീകരിച്ചെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ്. പാർട്ടി പറഞ്ഞ വാക്ക് പോലെ തന്നെ ആ വാക്ക് പൂർണ്ണമായും പാലിക്കുകയും 69 ലക്ഷത്തി സംതിങ് ഉണ്ടായിരുന്ന ബാധ്യത പാർട്ടി നേരത്തെ സംസാരിച്ച് ടേക്ക് ഓവർ ചെയ്തതാണ്. ആ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അടച്ചു തീർക്കുകയുണ്ടായി. വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, DCC മുൻ ട്രഷറർ KK ഗോപിനാഥ് തുടങ്ങിയവരെ പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.